റാഫി മേത്തർ, അത് തന്നെയാണോ പ്രതീക്ഷ, ബജറ്റിനെ കുറിച്ചുള്ള പ്രതീക്ഷ? ബഡ്ജറ്റിനെ പറ്റി ഇതൊരു പോപ്പുലസ് ബഡ്ജറ്റാണെന്ന് തന്നെയാണ് എന്റെ വിചാരം. ഒരു ഗവൺമെന്റ് ഒരു ഇലക്ഷൻ അഭിമുഖീകരിക്കാൻ പോകുന്നത്. പക്ഷെ ഇതില് പോസിറ്റീവായിട്ടുള്ള കുറെ വശങ്ങളുണ്ട്. നാഷണൽ ഹൗസിംഗ് ബാങ്കിന്റെ റേറ്റിംഗിൽ 8% ഗ്രോത്ത് അക്രോസ് ഇന്ത്യ ഹൗസിംഗ് ഗ്രോത്ത് കാട്ടുന്നുണ്ട്. അതിന്റെ ഇടയിൽ ലോ ഇൻകം ഗ്രൂപ്പ് അപ് ടു 25 lakhsന് ഒരുപാട് ബെനിഫിറ്റ്സും സോപ്സും കൊടുത്തിട്ടുണ്ട് ഹൗസിംഗ് ഇൻഡസ്ട്രി. ആൻഡ് ഇൻഫ്രാസ്ട്രക്ചർ ഇൻഡസ്ട്രിക്ക് VC ഫണ്ട്സ് പോലുള്ള ഫണ്ടിങ്സിനും ഒരുപാട് എക്സംഷൻസ് ഗവൺമെന്റ് കൊടുത്തിട്ടുണ്ട്. സ്കിൽ ഡെവലപ്മെന്റിന് മേജർ emphasize they are given. എന്താണെന്ന് വെച്ചാൽ 1 lakh crores and they are expecting about 10 lakhs people job for the 1 year. And നമ്മളെ സംബന്ധിച്ചിടത്തോളം, കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ കാര്യം മാൻ പവർ തന്നെയാണ്. മാൻ പവർ, എക്സ്പോർട്ട്, സ്കിൽ ഡെവലപ്മെന്റ്, അതാണല്ലോ ഗൾഫ് മുഴുവനും കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പം ഡെഫിനറ്റ്ലി ഐ തിങ്ക് ദാറ്റ് ഇവിടെ മാൻ പവർ ഡെവലപ്പ് ചെയ്ത് ഗൾഫിലോട്ട് പോയി തിരിച്ചു വരുമ്പോഴത്തേനും അതിന്റെ ഒരു ബെനിഫിറ്റ് നമുക്കൊരു പോസിറ്റീവായിട്ട് എടുക്കാൻ പറ്റും. പിന്നെ ഒരു ട്രബിൾ ടൈമിലാണ് ശരിക്കും ഒരു എക്കണോമി എന്നും റിവൈവ് ചെയ്തേക്കുന്നത്. ഒരു ട്രബിൾ ടൈമിലാണ്. നമ്മുടെ 91 ബഡ്ജറ്റ് 2004 to 2006. അപ്പോൾ ഒരു ക്രൈസിസിലാണ് എന്നും Keynesian theories of economics. ക്രൈസിസ് ഓവർകം ചെയ്തു ഇന്ത്യൻ എക്കണോമി എന്ന ഫീൽ തരുന്നതാണോ ബഡ്ജറ്റ്? ആ ഫീൽ തരുന്നതാണ് ബഡ്ജറ്റ്. അതിലോട്ട് വരണം. എന്നുവെച്ചാൽ ഒരു ഫിനാൻസ് മിനിസ്റ്ററുടെ കയ്യിൽ എല്ലാ കാര്യം നിൽക്കണമെന്നൊന്നുമില്ല. എൻ്റെ ഒരു ഇൻഡസ്ട്രി അതിനോട് റെസ്പോണ്ട് ചെയ്യണം. സ്റ്റോക്ക് മാർക്കറ്റ് അല്ലെങ്കിൽ കമ്മ്യൂണിറ്റി മാർക്കറ്റ് അല്ലെങ്കിൽ റിയൽ എസ്റ്റേറ്റ് എല്ലാം കൂടി റെസ്പോണ്ട് ചെയ്യുന്നതാണ്. എന്നിട്ട് മാർക്കറ്റ് വരണം. അത് ഇറ്റ് വിൽ ടേക്ക് ടൈം. പിന്നെ ഇതിൽ ഞാനൊരു കാര്യം ശ്രദ്ധിച്ചത് എന്താണെന്ന് വെച്ചാൽ, കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം കുറച്ച് നെഗറ്റീവാണ്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡൽഹി ടു ബോംബെ ടു ബാംഗ്ലൂർ ടു മദ്രാസ് വരെയുള്ള ഇൻഫ്രാസ്ട്രക്ചറിനെ പറ്റി വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇൻഡസ്ട്രിയൽ കോറിഡോർ. ബട്ട് എന്തുകൊണ്ടാണ് അത് കേരളം വരെ എത്താഞ്ഞെന്നുള്ളത് എനിക്കറിയില്ല. ഇത് 250-300 കിലോമീറ്ററിന്റെ പ്രശ്നമുള്ളൂ. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി ദിസ് ബഡ്ജറ്റ് ഇഗ്നോർഡ് അബൌട്ട് ദാറ്റ്. പിന്നെ ഉള്ളത് റേറ പോലത്തെ റെഗുലേറ്ററി അതോറിറ്റി എന്ന സ്കാംസ് ഉണ്ടായിരുന്നു. അപ്പോൾ ഓൾവേസ് ദ ബിൽഡേഴ്സ് എക്സെപ്റ്റഡ് ഗുഡ് ബിൽഡർ ജനങ്ങളെ ഒരു പറ്റിക്കപ്പെടാതിരിക്കാൻ വേണ്ടി റെഗുലേറ്ററി അതോറിറ്റീസ് ആലോചിച്ചിരുന്നു. അത് ഉണ്ടായിരുന്നില്ല. പിന്നെ SEZ ഹൗസിംഗിന് ആലോചിച്ചിരുന്നു. കൂടുതലും ബെനിഫിറ്റ്സ് കിട്ടാൻ വേണ്ടി ഗവൺമെന്റ് ഡിസ്കസ് ചെയ്തിരുന്നു. അത് ഇതിലുണ്ടായിരുന്നില്ല. അപ്പോൾ ബഡ്ജറ്റിനെ പറ്റി കുറെ കാര്യങ്ങൾ എനിക്ക് തോന്നുന്ന ഇതെല്ലാം ഒരു വോട്ട് ഓൺ അക്കൗണ്ടിൽ കുറെ തിരിച്ചു വരാം ഇലക്ഷൻ മുമ്പെന്ന് തന്നെയാണ് എന്റെ പ്രതീക്ഷ. ഇതോടൊപ്പം തന്നെ നമ്മൾ വാഹന വിപണിയെ സംബന്ധിച്ചിടത്തോളം ആണെങ്കിൽ, വാഹന വിപണി വിദേശത്ത് നിന്ന് ഇറക്കുമതി ചെയ്യുന്ന വാഹനങ്ങൾക്ക് വില കൂടാനുള്ള സാഹചര്യമോ അതിനുള്ള സെസ് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. SUVയെ സംബന്ധിച്ചിടത്തോളം വില വർദ്ധിക്കുന്നത് എങ്ങനെയാണ് വാഹന വിപണിയെ ബജറ്റ് ബാധിക്കുന്നത്? ഇതിലെ രണ്ട്